Use case diagram. Use case diagram is a behavior UML diagram type and frequently used to analyze various systems. It is a representation of a user's interaction with the system that shows the relationship between the users and the different use case in which the users is involved. യൂസ് കേസ് ഡയഗ്രാം എന്ന് പറയുന്നത് യു എം എൽ ഡയഗ്രത്തിൻ്റെ ഒരു ബിഹേവിയർ ടൈപ്പാണ് എന്തെന്ന് പറയുന്നത് യൂസ് കേസ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് എ റെപ്രസെൻറ്റേഷൻ ഓഫ് എ യൂസേഴ്സ് ഇൻട്രാക്ഷൻ with the system that shows the relationship between the users and the different use case in which the users is involved. യൂസേഴ്സും സിസ്റ്റവുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അത് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, യൂസ് കേസ് ഡയഗ്രാം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി യൂസ് കേസ് ഡയഗ്രത്തിൻ്റെ കമ്പോണൻസ് ആണ് ആക്ടേഴ്സ്, യൂസ് കേസ്, സിസ്റ്റംസ്, പാക്കേജസ്. അതിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ആക്ടേഴ്സ് ആണ്. ആക്ടേഴ്സ് ഇൻ യൂസ് കേസ് ഡയഗ്രാം ഈസ് എനി എൻറ്റിറ്റി ദാറ്റ് പെർഫോംസ് എ റോൾ ഇൻ വൺ given system. An actor can be a person, an organization, or an outside system that interact with your application or system. They must be external objects that produce or consume data. It usually draw like skeleton shown below. ആക്ടർ എന്ന് പറയുന്നത് യൂസ് കേസ് ഡയഗ്രത്തിൻ്റെ ഒരു കമ്പോണൻ്റ് ആണ്, ഒരു ഇമ്പോർട്ടൻറ്റ് കമ്പോണൻ്റ് ആണ് യൂസ് കേസ് ഡയഗ്രത്തിൻ്റെ. അത് ആക്ടർ എന്ന് പറയുന്നത് ഏത് എൻറ്റിറ്റി വേണമെങ്കിലും ആവാം. നമ്മുടെ ആപ്ലിക്കേഷന് ഇൻട്രാക്ട് ചെയ്യുന്ന ഏത് എൻറ്റിറ്റി വേണമെങ്കിലും നമുക്ക് ആക്ടേഴ്സ് എന്ന് പറയാം. ആക്ടേഴ്സ് ഒന്നുകിൽ എന്തായിരിക്കാം, ഒരു പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തായിരിക്കും, ഒരു ഔട്ട്സൈഡ് സിസ്റ്റം ആയിരിക്കാം. ഇത് എന്ത് ചെയ്തിരിക്കണം, ദാറ്റ് ഇൻട്രാക്ട് വിത്ത് അവർ ആപ്ലിക്കേഷൻ ഓർ സിസ്റ്റം. നമ്മുടെ ആപ്ലിക്കേഷനുമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റമായിട്ടോ ഇൻട്രാക്ട് ചെയ്യുന്ന പേഴ്സണെ അല്ലെങ്കിൽ ഓർഗനൈസേഷനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഔട്ട്സൈഡ് സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആക്ടർ എന്ന് പറയുന്നത്. It must be external objects that produce or consume data. ഇതെന്താണ്, ഒരു എക്സ്റ്റേണൽ ഒബ്ജക്റ്റ് ആണ്. ഇത് എന്ത് ചെയ്യും, ഡേറ്റയെ പ്രൊഡ്യൂസ് ചെയ്യുകയോ കൺസ്യൂം ചെയ്യുകയോ ചെയ്യും. ഇത് നമ്മൾ ഇങ്ങനെ ഒരു സിമ്പൽ, ഇങ്ങനെ ഒരു സ്കെൽറ്റൻ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്, ആക്ടറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. യൂസ് കേസ് ഡയഗ്രത്തിൽ ആക്ടേഴ്സ് എങ്ങനെയായിരിക്കും നമ്മൾ റെപ്രസെൻ്റ് ചെയ്തേക്കുന്ന, ഈ കാണിച്ചേക്കുന്ന ഒരു ഫിഗറിൻ്റെ രൂപത്തിലായിരിക്കും നമ്മൾ ആക്ടേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്തേക്കുന്നത്. ഇനി ടൈപ്പ് ഓഫ് ആക്ടേഴ്സ്. ആക്ടേഴ്സ് എന്ന് പറയുന്നത് ഒന്നുകിൽ യൂസേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഡേറ്റാബേസ് സിസ്റ്റംസ് ആയിരിക്കും, അല്ലെങ്കിൽ ക്ലയൻറ്റ് ആൻഡ് സെർവേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ക്ലൗഡ് പ്ലാറ്റ്ഫോംസ് ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഡിവൈസസ് ആയിരിക്കും. ആക്ടർ ടൈപ്സ് ആണ് എന്ത്, ഒന്നി യൂസേഴ്സ്, ഡേറ്റാബേസസ് സിസ്റ്റംസ്, ക്ലയൻറ്റ് ആൻഡ് സെർവേഴ്സ്, ക്ലൗഡ് പ്ലാറ്റ്ഫോംസ്, ഡിവൈസസ്. ഓക്കെ, ഹൗ ടു ഐഡൻറ്റിഫൈ ആക്ടേഴ്സ്. നമ്മൾ ഒരു യൂസ് കേസ് ഡയഗ്രത്തിൽ ആക്ടേഴ്സ് നമ്മൾ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുമെന്നാണ് അടുത്ത നോക്കാൻ പോണത്. കാൻഡിഡേറ്റ് ആക്ടേഴ്സ് ഇൻക്ലൂഡ് ഗ്രൂപ്പ് ഓഫ് യൂസേഴ്സ് ഹൂ വിൽ റിക്വയർ ഹെൽപ്പ് ഫ്രം ദ സിസ്റ്റം ടു പെർഫോം ദെയർ ടാസ്ക് ആൻഡ് റൺ ദ സിസ്റ്റംസ് പ്രൈമറി ഓർ സെക്കൻഡറി ഫങ്ഷൻസ് ആസ് വെൽ ആസ് എക്സ്റ്റേണൽ ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ ആൻഡ് അതർ സിസ്റ്റം. ആക്ടേഴ്സ് എന്താണ്, ആക്ടേഴ്സ് കാൻഡിഡേറ്റ് ആക്ടേഴ്സ് ഇൻക്ലൂഡ് ഗ്രൂപ്പ് ഓഫ് യൂസേഴ്സ്, ഒരുപാട് യൂസേഴ്സ് എന്ത് ചെയ്തിരിക്കും, അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കും. എന്താണ്, ഹൂ വിൽ റിക്വയർഡ് ഹെൽപ്പ് ഫ്രം ദ സിസ്റ്റം ടു പെർഫോം ദെയർ ടാസ്ക്. അവരുടെ, അതായത് യൂസേഴ്സിൻ്റെ ടാസ്ക് പെർഫോം ചെയ്യാനോ അല്ലെങ്കിൽ എന്ത് ചെയ്യിക്കാൻ, റൺ ദ സിസ്റ്റംസ് പ്രൈമറി ഓർ സെക്കൻഡറി ഫങ്ഷൻസ്, നമ്മുടെ സിസ്റ്റത്തിൻ്റെ പ്രൈമറി അല്ലെങ്കിൽ സെക്കൻഡറി ഫങ്ഷൻസ് റൺ ചെയ്യിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ അവരുടെ യൂസേഴ്സിൻ്റെ ടാസ്ക് പെർഫോം ചെയ്യിക്കാനോ നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഹെൽപ്പ് എന്താണ്, ആക്ടേഴ്സിന് ആവശ്യമാണ്. അടുത്തത്, ഡിഫൈൻ ഈച്ച് കാൻഡിഡേറ്റ് ആക്ടർ ബൈ നെയിമിംഗ് ഇറ്റ് ആൻഡ് റൈറ്റിംഗ് എ ഡിസ്ക്രിപ്ഷൻ ഇൻക്ലൂഡ്സ് ദ ആക്ടേഴ്സ് ഏരിയ ഓഫ് responsibility and the goal that the actor will attempt to accomplish when using the system. എന്താണ്,
ഡിഫൈൻ ഈച്ച് കാൻഡിഡേറ്റ് ആക്ടർ ബൈ ഇറ്റ് നെയിമിങ് ഇറ്റ്. നമ്മൾ എന്ത് ചെയ്യും, കാൻഡിഡേറ്റ് ആക്ടറിന് നമ്മൾ എന്ത് ചെയ്യും, ഒരു പേര് കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും, അതിന് ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ എഴുതും. എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ആക്ടേഴ്സ് ഏരിയ ഓഫ് റെസ്പോൺസിബിലിറ്റി, നമ്മൾ ആ ആക്ടറിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏരിയയും പിന്നെ എന്താണ് ദ ഗോൾ ദാറ്റ് ദ ആക്ടർ വിൽ അറ്റംപ്റ്റ് ടു അക്കംപ്ലിഷ് യൂസിങ് വെൻ യൂസിങ് ദ സിസ്റ്റം. നമ്മുടെ സിസ്റ്റം യൂസ് ചെയ്തുകൊണ്ട് ആ ആക്ടർ അക്കംപ്ലിഷ് ചെയ്യാനുള്ള ആ ഗോൾ നമ്മൾ എന്ത് ചെയ്യും, അതിൽ ഡിസ്ക്രിപ്ഷൻ എഴുതിയിരിക്കും. ഇനി എലിമിനേറ്റ് ആക്ടർ കാൻഡിഡേറ്റ് ഹൂ ഡു നോട്ട് ഹാവ് എനി ഗോൾ. ഒരു ഗോളുമില്ലാത്ത ആക്ടർ കാൻഡിഡേറ്റിനെ നമ്മൾ എന്ത് ചെയ്യും, എലിമിനേറ്റ് ചെയ്യും. ദീസ് ക്വസ്റ്റ്യൻസ് ആർ യൂസ്ഫുൾ ഇൻ ഐഡൻറ്റിഫൈങ് ആക്ടേഴ്സ്. നമ്മൾ ആക്ടറിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ താഴെ പറഞ്ഞേക്കുന്ന ഈ ക്വസ്റ്റ്യൻസ് എന്താണ്, യൂസ്ഫുള്ളാണ്. ഓരോ ക്വസ്റ്റ്യൻസും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൂ വിൽ ബി എ പ്രൈമറി യൂസർ ഓഫ് ദ സിസ്റ്റം. ഹൂ വിൽ ബി ദ പ്രൈമറി യൂസർ. പ്രൈമറി യൂസർ, നമ്മുടെ സിസ്റ്റത്തിൻ്റെ പ്രൈമറി യൂസർ ആരായിരിക്കും എന്നുള്ളത് അതെന്തായിരിക്കും, അതിന് ആൻസറായിട്ട് നമുക്ക് കിട്ടുന്നതാണ് പ്രൈമറി ആക്ടർ. ഹൂ വിൽ ബി നീഡ് സപ്പോർട്ട് ഫ്രം ദ സിസ്റ്റം ടു ഡു ഹർ ഡെയിലി ടാസ്ക്. നമ്മുടെ സിസ്റ്റത്തിൻ്റെ സപ്പോർട്ട്, അതിൻ്റെ ഡെയിലി ടാസ്ക് ചെയ്യാൻ നമ്മുടെ സിസ്റ്റത്തിൻ്റെ സപ്പോർട്ട് വേണ്ടത് ആരൊക്കെയാണെന്നുള്ളത്. ഹൂ വിൽ മെയിൻറ്റെയിൻ അഡ്മിനിസ്ട്രേറ്റ് കീപ് ദി സിസ്റ്റം വർക്കിംഗ്. നമ്മൾ സിസ്റ്റം വർക്ക് ചെയ്യുമ്പോൾ അഡ്മിനിസ്ട്രേറ്റും മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്, അതിന് നമുക്ക് ആൻസറായിട്ട് കിട്ടുന്നത് എന്തായിരിക്കും, ഒരു സെക്കൻഡറി ആക്ടറിനെ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൂ ഓർ വാട്ട് ഹാസ് ആൻ ഇൻട്രസ്റ്റ് ഇൻ ദ റിസൾട്ട് ദാറ്റ് ദ സിസ്റ്റം പ്രൊഡ്യൂസ്. എന്താണ്, സിസ്റ്റം പ്രൊഡ്യൂസ് ചെയ്യുന്ന റിസൾട്ടിലെ ഇൻട്രസ്റ്റ് ആരായിരിക്കും, അതും എന്താണ്, അതിന് ഉത്തരമായി കിട്ടുന്നത് നമുക്ക് എന്താണ്, ഒരു ആക്ടറായിരിക്കും. വിച്ച് ഹാർഡ്വെയർ ഡിവൈസ് ഡസ് ദ സിസ്റ്റം നീഡ്. നമ്മുടെ സിസ്റ്റത്തിന് ഏത് ഹാർഡ്വെയറാണ് ആവശ്യമായി വരുന്നത്. വിത്ത് വിച്ച് അതർ സിസ്റ്റം ഡസ് ദ സിസ്റ്റം നീഡ് ടു ഇൻട്രാക്ട് വിത്ത്. നമ്മുടെ സിസ്റ്റം ഇൻട്രാക്ട് ചെയ്യാൻ മറ്റേതൊരു സിസ്റ്റവുമായിട്ടാണ് ഇൻട്രാക്ട് ചെയ്യേണ്ടത്. ഇത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് എന്താണ്, ഒരു ആക്ടർ ഐഡൻറ്റിഫൈ ചെയ്യാൻ എന്താണ്, യൂസ്ഫുള്ളാണ്. എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ്? ഹൂ വിൽ ബി എ പ്രൈമറി യൂസർ ഓഫ് ദ സിസ്റ്റം. ഹൂ വിൽ നീഡ് സപ്പോർട്ട് ഫ്രം ദ സിസ്റ്റം ടു ഡു ഹർ ഡെയിലി ടാസ്ക്. Who will maintain, administrate, keep the system working. Who or what has a interest in the result that the system produce. Which hardware device does the system need. With which other system does the system need to interact with. ഇതാണ് എന്തെന്ന് പറയുന്നത്, ഒരു ആക്ടറിനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ്. താങ്ക് യു.